ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക്. നമ്മൾ പലതരം അച്ചാറുകൾ നമുക്കറിയാം, അതായത് വെജും നോൺ വെജ് ആയിട്ടും പല 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 തരമുണ്ട്. പക്ഷെ ഈ ഇടയ്ക്ക് ട്രെൻഡ് ആയേക്കണ നമ്മൾ ബിരിയാണിയുടെ കൂടെ അധികം കഴിക്കണ ഒരു പിക്കലാണ് ഡേറ്റ്സ് കൊണ്ടൊരു അച്ചാർ, ഈന്തപ്പഴം കൊണ്ടൊരു അച്ചാർ. ഇത് ഞാൻ ആദ്യമായിട്ട് എൻ്റെ കസിൻ അനിയത്തി ആതിര ഉണ്ടാക്കി തന്നിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഇത് രുചിച്ച് നോക്കി കേട്ടോ. വളരെ അടിപൊളി ടേസ്റ്റ് ആണ്. അതായത് ഒരു എരിവും പുളിയും മധുരമൊക്കെ ആയിട്ടുള്ളൊരു അച്ചാർ. ബിരിയാണിയുടെ കൂടെ മാത്രമല്ല, ഞങ്ങളിവിടെ വീട്ടിൽ ബ്രെഡിനും ചപ്പാത്തിക്കും വേറെ കറികൾക്ക് കൂടെയൊക്കെ ഞങ്ങൾ കഴിക്കാറുണ്ട്. കാരണം അത്ര ടേസ്റ്റ് ആണ്. അപ്പൊ നമുക്ക് തുടങ്ങാം. ഞാൻ എടുത്തേക്കണ 300 ഗ്രാം ഡേറ്റ്സ് ആണ്. അത് കുരു കളഞ്ഞ് അതിൻ്റെ ഉള്ളിൽ അഴുക്കുണ്ടാവുമല്ലോ, അതൊക്കെ മാറ്റി കഴുകി അരിഞ്ഞു വെക്കാം. അപ്പൊ തുടങ്ങാം. അച്ചാറിന് ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് നല്ലെണ്ണയാട്ടോ. എണ്ണ ചൂടായതിനു ശേഷം ഉലുവ പൊട്ടിക്കുക. ഉലുവ പൊട്ടിയതിന് ശേഷം ആവശ്യത്തിനുള്ള കടുക്, ഇതെല്ലാം പൊട്ടിയതിന് ശേഷം നമുക്ക് വറ്റൽമുളക് 2ആയി കീറിയത്, എരിവ് അധികം വേണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള തരി നമുക്ക് കളയാട്ടോ. പിന്നെ കറിവേപ്പില, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക്, ഇതൊക്കെ ഞാൻ കുനുകുനായിട്ട് തന്നെ അരിഞ്ഞേക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചതച്ചു ഇടാം. ഇത് നന്നായിട്ട് വഴണ്ട് വരുമ്പം ആവശ്യത്തിനൊന്ന് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും, ഞാൻ കാശ്മീരി മുളക് ചില്ലി പൗഡർ മാത്രമാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് അധികം എരിവ് വേണമെങ്കിൽ സാധാരണ മുളക് പൊടി ഇടാം. പിന്നെ ആവശ്യത്തിന് കായപ്പൊടിയും പിന്നെ വിനീഗർ, ഇതെല്ലാം ഇട്ട് ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ തിളച്ച വെള്ളം മാത്രമേ ഉപയോഗിക്കാവൂ കേട്ടോ. പച്ചവെള്ളം ഒഴിക്കരുതേ. തിളച്ച വെള്ളം കൂടി ഇട്ട് അച്ചാറിന് വേണ്ട ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ 1.5 സ്പൂൺ ശർക്കര ഇടാം. ഇത് നമ്മുടെ ഡേറ്റ്സിന്റെ മധുരം അനുസരിച്ചിട്ടാണ്. ഈ ശർക്കര നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. എന്നിട്ട് അരിഞ്ഞു വെച്ച ഡേറ്റ്സും കൂടി ഇട്ട് ഇതിലേക്ക് ഒരു 2 സ്പൂൺ നമ്മൾ മിക്സിയിലിട്ട് ഒന്ന് മഷി ആക്കണ്ട, വെറുതെ ഒന്ന് ക്രഷ് ചെയ്ത് ആഡ് ചെയ്ത് നോക്കിയേ. ഇത് വേറെ ഒരു ടേസ്റ്റ് ആയിരിക്കും. നല്ല കുറുകിയ ഡേറ്റ്സ് ഒക്കെ വെന്ത് വരുമ്പോൾ നല്ല അടിപൊളി അച്ചാറാണ്. അപ്പോൾ അച്ചാറിന് പൊതുവേ എരിവും ഉപ്പും എണ്ണയൊക്കെ മുമ്പോട്ടാണല്ലോ. അപ്പോൾ ഇതിൽ മധുരം കൂടി ചേരുമ്പോൾ സൂപ്പർ ടേസ്റ്റ് ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അറിയിക്കാനായിട്ടാ. മെനി മോർ വീഡിയോസ് ടു കം. സ്റ്റേ ട്യൂൺ. പിന്നെ ഇഷ്ടമായ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ലവ് യു ആൾ. ബൈ.